ഹായ് ഗൈസ്, നമുക്കൊരു വെണ്ടക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കിയാലോ ഇന്ന്. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വെണ്ടക്ക ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. ഏകദേശം 1/2 kg വരുന്നുണ്ട്. ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക ചെയ്യുന്നത്. പിന്നീട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഒരു വലിയ സവാള, 3-4 കഷ്ണം ചെറിയ ഉള്ളി, ഒരു 3 അല്ലി വെളുത്തുള്ളി. വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം നിങ്ങൾ വെളുത്തുള്ളി ചേർത്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് 3 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളകിൻ്റെ ഞെട്ട് കളഞ്ഞിട്ട് നടുകെ കീറിയിട്ടാൽ മതി. ഇതെല്ലാം നമുക്ക് നന്നായി ആദ്യം തന്നെ വാഷ് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം അരിയാനായിട്ട്. സവാള ചെറിയ സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കാം. വെണ്ടയ്ക്ക എടുത്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നമ്മൾ നടുകെ കീറിയാണ് ഇടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇടാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ അത് ചെയ്യാം കേട്ടോ. അടുത്തതായി ഒരു ഇടികല്ല് എടുത്ത് വെച്ചിട്ട് നമുക്കതിലേക്ക് നേരത്തെ തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും നമുക്ക് ചതച്ചെടുക്കാം. ആദ്യം ചെറിയ ഉള്ളി ചതക്കാം. ഞാൻ ഇത്രയും ചെറിയ ഉള്ളിയാണ് എടുക്കണം. ഇതിലേക്കിട്ട് ചതച്ചെടുക്കാം. ആദ്യം 2 വെച്ചിട്ട് ഞാൻ ഇടുവാണ് കേട്ടോ. അതിൻ്റെ പുറമേ ഇട്ട് ചതച്ചെടുക്കാം. കാരണം ഒരുപാട് അങ്ങ് ചതയണ്ട, ചെറുതായിട്ടൊന്ന് ചതച്ചാൽ മതി. അങ്ങനെ ഉള്ളി ഫുള്ളായി നമുക്ക് ചതച്ചെടുക്കാം. ചതച്ച ഉള്ളി വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് വെളുത്തുള്ളി കൂടെ ചതച്ചെടുക്കാം. ഇനി അടുത്തതായി നമുക്കൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. ചട്ടി നന്നായി ചൂടാവുന്ന വരെ വെയിറ്റ് ചെയ്യണം. ചട്ടി നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുന്ന വരെ വെയിറ്റ് ചെയ്യുക. കടുകൊന്ന് പൊട്ടി കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ലൈറ്റായിട്ടൊന്ന് വഴട്ടിയെടുക്കണം. ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആകുന്നത് വരെ നമുക്കിതേപോലെ വഴട്ടി കൊടുക്കാം. ബ്രൗൺ ഷെയ്ഡ് ആയതിനു ശേഷം നമുക്കതിലേക്ക് വെണ്ടയ്ക്ക, സവാള, പച്ചമുളക് അരിഞ്ഞു വെച്ചിരിക്കുന്നത് 3 കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആദ്യം കുറച്ച് ചേർത്താൽ മതി. പോരാ എന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പിടാം. കാരണം ഉപ്പ് കൂടിപ്പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് ഇളക്കി കൊടുക്കാം. നമ്മൾ തുറന്ന് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യണത്. കാരണം അടച്ചു വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്റ്റിക്കി ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ തുറന്ന് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താണ് നമ്മൾ കുക്ക് ചെയ്യണത്. നമ്മൾ അടുത്ത് തന്നെ ഉണ്ടാവും. അപ്പം നമ്മളതങ്ങനെ ചെയ്ത് കൊടുക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്താൽ മതി. മീഡിയം ഫ്ലെയിം ആയിരിക്കും ബെറ്റർ. പിന്നെ എണ്ണ പോരാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എണ്ണ ഒഴിച്ചു കൊടുക്കണം. അടുപ്പിൽ വെച്ച് ഏകദേശം ഒരു 3 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അടി പിടിക്കാതെ ഒന്ന് ശ്രദ്ധിക്കണേ.
വെണ്ടയ്ക്ക ഏകദേശം വെന്ത് പാകമായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് മസാലപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മതി. പോരാത്ത ഉപ്പും നിങ്ങൾക്ക് ഈ സമയത്ത് ചേർക്കാം. എന്നിട്ട് ഇവയെല്ലാം കൂടെ നന്നായി ഇളക്കിയെടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. നിങ്ങൾക്ക് എരിവ് ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ 1 ടീസ്പൂൺ കൂടി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എനിക്ക് മുളക് പൊടി പോരാ എന്ന് തോന്നി. ഞാൻ പൊതുവേ എരിവ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കണക്ക് നോർമലി ആ 2 ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി. ഇപ്പോൾ ചേർത്ത മുളക് പൊടിയോടൊപ്പം നമുക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒരു 3 മിനിറ്റ്സ് കൂടെ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം റെഡിയാകും. നമ്മുടെ വെണ്ടക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. സ്റ്റിക്കി ഒന്നുമല്ല, നിങ്ങൾക്ക് കാണാമല്ലോ. ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. കഴിച്ച് നോക്ക്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടക്ക മെഴുക്കുവരട്ടിയാണ് കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ വീഡിയോ അയച്ചു കൊടുത്തേക്കേ.